സ്വച്ഛതാ ഹേ സേവ 2024 കേന്ദ്ര സർക്കാരിൻ്റെ 2014 തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് 10 വർഷം ആയി നിൽക്കുന്ന ഈ വേളയിൽ വളരെ തിരക്കിട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാലും നമ്മുടെ അയ്യൂബ് ഖാൻ്റെ വീഡിയോയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കണമല്ലോ, എന്താണ് ഇവൻ പറയുന്നത്, ഇവന് പുത്തി വെച്ചോ, ഇവൻ നന്നാകാൻ തീരുമാനിച്ചോ എന്നൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇന്നലെ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചില ആൾക്കാരൊക്കെ അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തന്നു. അപ്പോഴാണ് കാര്യങ്ങൾ എന്താണ് ഇതിപ്പോൾ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ട് കഴിഞ്ഞാലും വളഞ്ഞിട്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ്, നായ നടുക്കടലിൽ നക്കിയേ കുടിക്കൂ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചങ്ങായിയുടെ കാര്യം. അപ്പോൾ ഇവൻ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് ഒരു കോടതിയും നമ്മുടെ ഹൈറിച്ച് പിന്നെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. ബഡ്സ് കോടതി, തൃശ്ശൂരെ ബഡ്സ് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. നിങ്ങൾ 11 ദിവസം ലേറ്റ് ആയാലും ഇവർ മഹാകളത്തരാണ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ എല്ലാ പോലീസ് റിപ്പോർട്ടുകളും പിന്നെ CD കളും ഉണ്ട്. അതുകൊണ്ട് 15 ദിവസം ഒന്നും നോക്കണ്ട, ഇവർ പൂട്ടിക്കെട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവാണ് തൃശ്ശൂരെ ബഡ്സ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് 11 ദിവസം അത് പരിഹരിച്ചിട്ട് ഒന്നും കൂടി പൂട്ടിക്കെട്ടിക്കുമെന്നാണ് പിന്നെ അവിടെ ഹൈക്കോടതി പോയപ്പോൾ അവിടെ നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർക്ക് ഇതൊന്നും കോടതിയല്ലേ, പിന്നെ ഇതെന്താണോ കോടതി അല്ലാണ്ട് പിന്നെ എന്താണിത്? കള്ളിഷാപ്പാണോ പിന്നെ ഇത്? പിന്നെ പ്രതാപൻ്റെ ജാമ്യം പിന്നെ പരിഗണിച്ച PMLA കോർട്ട് പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇദ്ദേഹം കുറ്റക്കാരനാണ്, അതുകൊണ്ട് ഈടുന്നൊന്നും ജാമ്യം തരാൻ, ഇനി ഇവന് ജാമ്യം കൊടുത്തിട്ട് പിന്നെ ഞാൻ കോടി മേടിച്ചിരുന്ന് പറഞ്ഞില്ല പേരുദോഷം ഉണ്ടാവും. അതുകൊണ്ട് ഇവൻ്റെ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ തന്നെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ്, അതുകൊണ്ട് ഈടുന്നൊന്നും ജാമ്യം തരാൻ പറ്റില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഹൈക്കോടതിയിലേക്ക് പറഞ്ഞയച്ചു. ഹൈക്കോടതിയിൽ പോയിട്ട് ഇപ്പോൾ 2 മാസമായി അവിടെ കിടക്കുന്നത്, 2 മാസത്തോളമായി അവിടെ കിടക്കുന്നത്, 3-4 സിറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടും ഇവനൊക്കെ പറയാണ് പ്രതാപൻ സാറ് ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. EDയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. അതിനെക്കുറിച്ചുള്ള ട്വീറ്റ് Xൽ വന്നു. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ഇവരുടെ എല്ലാ തട്ടിപ്പുകളെയും വിവരിച്ചു കൊണ്ടുള്ള ഒരു വലിയൊരു പത്രക്കുറിപ്പ് തന്നെ കഴിഞ്ഞ 17-ാം തീയതി വന്നു. എന്നിട്ടും ഇവനൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ്. എന്തായാലും ശ്രീനാഥ് പ്രതാപനെ കടത്തി വെട്ടിയിട്ടുണ്ട്. ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ജൂണിൽ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ 16 പകുതിയോടുകൂടി, ഒക്ടോബർ അടുത്ത മാസം വെറും 10 ദിവസത്തിന് ശേഷം ഒക്ടോബർ പകുതിയോടുകൂടി കമ്പനി തിരിച്ചു വരും. തിരിച്ചു വരാൻ പറ്റില്ലേ, നിങ്ങൾക്കൊക്കെ പൈസ വീതിച്ച് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൈസ വീതിച്ച് തരാൻ ഇവിടേക്ക് ഉണ്ടായിട്ട് വേണ്ടേ. അപ്പോൾ നമ്മൾ കോടതിയിലെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കും. നമ്മൾ പറയും അവർക്കൊക്കെ പൈസ തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും, നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ എന്നും പറഞ്ഞത് നമ്മൾ വോയിസ് കേട്ടു. ഇപ്പോൾ ആരും ഒരു വോയിസും കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. എന്താണ് എല്ലാവരും ശ്രീനാഥ് പ്രതാപിനും ഐഡിയ അടിച്ചു ഓക്സിജനിൽ? ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനൊരു കമൻറ്റ് രേഖപ്പെടുത്തണം. ശ്രീനാഥ് പ്രതാപിന് ഐഡിയ ആണോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പാണോ, മറ്റേ ഇതിനെക്കാട്ടും വലിയ തട്ടിപ്പ് നടത്തിയ ആളാണ്, മറ്റേ ബിസേർ തട്ടിപ്പ് നടത്തിയ ആളാണ് ഇതിൻ്റെ MD എന്ന് പറയുന്നത്. അപ്പോൾ ചേരേണ്ടതിനൂടെ ചേരൂ എന്ന് പറയുന്ന പോലെ തന്നെ ആണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തിനാണോ അയ്യൂബെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നത്? അവർ വല്ല നിയമ വഴികളോ അല്ലെങ്കിൽ ലീഡർമാരുടെ കുത്തിന് പിടിച്ചിട്ടോ പൈസ വാങ്ങിക്കോട്ടെ, നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ വേറെ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ആർക്കെങ്കിലും പൈസ വേണമെങ്കിൽ പരാതി കൊടുക്കുക, ലേറ്റ് ആവുകയാണ്. ഇനിയിപ്പോൾ PMLA കോർട്ടിൽ ആ ഒരു കേസ് നമ്പർ ഇട്ട് പിന്നെ ഇവർക്കൊക്കെ ഇവരുടെ വീട്ടിലേക്കൊക്കെ ഇവരുടെ സംഭവങ്ങൾ അയച്ചു കൊടുക്കും. ആ കേസ് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ 2 വലിയ പെട്ടിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ കോപ്പി ഈ 16 ആക്കും കൊടുക്കും. അപ്പോൾ അതിനുശേഷം
ഇപ്പോൾ ആൾക്കാരൊക്കെ റെഡി ആയിരിക്കുകയാണ് ക്ലെയിം പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ നമ്പർ അറിയാത്തതുകൊണ്ടാണ്. നമ്പർ അറിഞ്ഞാൽ മാത്രമേ ആ ഒരു കോടതിയിൽ ആ കേസിൻ്റെ നമ്പർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആ ക്ലെയിം പെറ്റീഷൻ കൊടുക്കുന്നതോടുകൂടി 30 ദിവസത്തിനിടയ്ക്ക് കാര്യങ്ങൾ തീരുമാനമാകും. അപ്പോൾ ലേറ്റായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ EDയുമായിട്ട് സഹകരിക്കാത്ത ആരുടെയും പരാതികൾ ക്ലെയിം പെറ്റീഷനിൽ പിന്നെ പരിഗണിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇവരൊക്കെ തട്ടിപ്പന്മാരാണ്, ഇതിൻ്റെയൊക്കെ സഹായം ചെയ്തവരാണ് എന്നുള്ള തരത്തിലായിരിക്കും കോടതിയിലെ ED എടുക്കുന്ന നിലപാടുകൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്പർ എടുത്തിട്ട് ആ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പിൽ FIR ഇടുകയാണെങ്കിൽ നിങ്ങൾക്കും അതിൽ പിന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പത്രത്തിലൊക്കെ വരും ക്ലെയിം പെറ്റീഷൻ ആർക്കെങ്കിലും പിന്നെ ഒബ്ജക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇവർക്ക് പൈസ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പത്രത്തിലൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ഇവരെങ്ങനെയാണ് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി തിരിച്ചു വരുമെന്ന് ഇവൻ ആരാണ്, ഇവനെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇപ്പോൾ ഈ വീഡിയോയിലും പറയുന്നത് 3 മാസത്തിന് ശേഷം കമ്പനി തിരിച്ചു വരുമെന്നാണ്. കമ്പനി തിരിച്ചു വരും, പിന്നെ എങ്ങനെയാണ് വന്നിട്ടാകുമ്പോൾ എന്താവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ അടുക്കാണ് ഉള്ളതെന്നാണ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ കമ്പനി തിരിച്ചു വരും, അത് പിന്നെ അതിന് അവന് ഉറപ്പാണ്. പക്ഷെ എങ്ങനെയാണ് വരിക, ഏത് വിധത്തിലാണ് ഈ കമ്പനിക്ക് വരാൻ പറ്റുക? EDയുടെ കേസ് എപ്പോൾ അവസാനിക്കുന്നതാണ് ഇവ വിചാരിക്കുന്നത്? 277 കോടി രൂപ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പാൻ കാർഡിൽ ഒരു ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് വരാൻ സാധിക്കുക? അപ്പോൾ ഇനി ആകെ ഒരു കാര്യം മാത്രമേ നമുക്കറിയാനുള്ളൂ. ഈ 16 പേരിൽ ആരൊക്കെ എപ്പോഴൊക്കെ അറസ്റ്റിലാവും എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ബാക്കിയൊക്കെ സ്വപ്നം. അപ്പോൾ ഇവൻ പറയുന്നത് 27-ാം തീയതിയാണ് അടുത്ത കേസ് ഉള്ളത് എന്നാണ്. എന്നാൽ അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. അടുത്ത 26-ാം തീയതിയാണ് ബാബു സാറുടെ ബെഞ്ചിൽ കേസുള്ളത്. ആ ഒരു കേസ് എന്ന് പറയുന്നത് കിടുക്കാച്ചി കേസാണ്. 3000 ലീഡർമാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. 3000 ആൾക്കാരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് വെറും 150ഓളം ആൾക്കാർക്കെതിരെ മാത്രമാണ് FIR ഇട്ടിരിക്കുന്നത്. ബാക്കി വരുന്ന ആൾക്കാരും ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയവരാണ്. ബഡ്സ് ആക്ടിലെ സെക്ഷൻ 18 പ്രകാരം ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയ, അനധികൃതമായിട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് ആ കേസ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ 26-ാം തീയതി എന്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം. ഓക്കെ, ബൈ.